ഇത്ര പെട്ടെന്ന് സച്ചി പോകാൻ തീരുമാനിക്കാൻ നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അത് നിങ്ങളുടെ മരുമോനോട് തന്നെ ചോദിച്ചു നോക്ക്. അതൊന്നും ആയിരിക്കില്ല അമ്മേ, വേറെന്തെങ്കിലും അത്യാവശ്യം കാണും. കഷ്ടായിപ്പോയി. അച്ചുവന്റെ കണ്ട കൊതി മാറിയില്ലായിരുന്നു. നാളെ രാവിലെ തന്നെ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. എന്നാലും സച്ചി ഇത്ര പെട്ടെന്ന്, അതും രാത്രി തന്നെ? പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഒന്ന് ഇരുന്നത് പോലും ഇല്ലല്ലോ. കമ്പനിയിലെ കാര്യല്ലേ, മാറ്റിവെക്കാൻ പറ്റാത്താണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇയാളോട് ഞാൻ 2 ദിവസം കഴിഞ്ഞു വന്നാ മതി എന്ന് പറഞ്ഞതാ. അത് പോരെ അച്ചു? അത് വേണ്ട എടുത്തേ, ഞങ്ങള് ഇടയ്ക്ക് വരാം. അച്ഛാ, സമയം കിട്ടുമ്പോൾ രണ്ടുപേരും ഇറങ്ങണം. 2 ദിവസം താമസിക്കാൻ കണക്കിന്. അച്ഛാ, ശരി. അനുപേട്ട, പോട്ടെ. ആഹാ, ഇതെന്ത് പരിപാടിയാ സച്ചിയേട്ടാ? ഇന്ന് തന്നെ തിരിച്ചു പോകുന്ന എന്തിനാ? 2 ദിവസം അവിടെ നിന്നിട്ട് വന്നാ പോരായിരുന്നോ? നാളത്തെ മീറ്റിംഗിന് എനിക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ട്. സച്ചി വന്നാ അതൊന്ന് ക്ലിയർ ചെയ്യാന്ന് കരുതി. എടുത്തി ഡീറ്റെയിൽസ് എന്റെ മെയിൽ ഐ ഡിയിലേക്ക് ഷെയർ ചെയ്തേക്കും, ഞാൻ നോക്കട്ടെ. എനിക്കവരൊരു ഡ്രാഫ്റ്റ് അയച്ചിരുന്നു, അവരുടെ ഡിമാൻഡ്സ്. ബട്ട് അതിലവർക്ക് കുറച്ചുകൂടെ സ്പെസിഫിക്കേഷൻസ് വേണമെന്ന് പറഞ്ഞു. വീണ്ടും അയച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. കിട്ടിയ പാടെ അത് ഇട്ടുതരാം. അതിനുശേഷം മീറ്റിംഗ് എന്നാണ് ഇപ്പൊ അവര് പറയുന്നത്. സോറി മോളെ, നിനക്ക് സങ്കടമായി കാണോ അല്ലേ? ആശിച്ചു പോയിട്ട് ഒരു രാത്രി പോലും അവിടെ നിൽക്കാൻ പറ്റാതെ വന്നതിന്. ഇല്ല എടുത്തി, അതിലും വലിയ കാര്യമല്ലേ കമ്പനിയിലെ മീറ്റിംഗ്. ഈ ബിസിനസ്സുകാരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ എടുത്തി? ഞങ്ങളുടെ അമ്മയും ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. എവിടെയെങ്കിലൊക്കെ പോകാനോ പോയിട്ട് താമസിക്കാനൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷേ അവസാന നിമിഷം അച്ഛൻ എന്തെങ്കിലും തിരക്ക് വരും, പോക്ക് മുടങ്ങും. പിന്നെ കണ്ണീരായി പരാതിയായി. ഏട്ടത്തി ഇപ്പോഴേ മനസ്സുകൊണ്ട് തയ്യാറായിക്കോണം ഇതിനൊക്കെ നേരിടാൻ. നിനക്കിതൊക്കെ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിന് കുറച്ച് സമയമെടുക്കും. പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അതെ എടുത്തേ. അകത്തേക്ക് ചെല്ല്. എടുത്തി, ആവണിക്കുട്ടിക്ക് എന്ത് പറയുന്നു? എല്ലാരും സുഖമായിരിക്കുന്നുണ്ട്. എന്ത് മീറ്റിംഗ്, എന്ത് ചർച്ച! ആവശ്യമില്ലാതെ ഭാര്യ വീട്ടിൽ പൊറുക്കാൻ സച്ചിയെ വിട്ടാ ചിലപ്പോ അവൻ അവരുടെ താളത്തിനൊപ്പം തുള്ളി തുടങ്ങും. അത് അപകടമാണ്. ഒന്നാമതേ സെന്റിമെന്റ്സ് കണ്ടുപിടിച്ച ആളാണവൻ. കഴുത്തോളം കടത്തിൽ മുങ്ങി കൈകാലിട്ടടിക്കുന്ന നേരത്ത് കോടീശ്വരനായ മരുമകനെ കിട്ടിയാൽ അവര് വിടുവോ? അങ്ങനെ ഇപ്പോ അവനെ അവരുടെ കൈപ്പിടിയിലാക്കണ്ട. അവന്തിക വരയ്ക്കുന്ന വരയിൽ നിന്നാ മതി സച്ചിയും അവന്റെ ഭാര്യയും. മോളെ, നിങ്ങൾ എപ്പോഴെത്തിയേ? ഞങ്ങളിപ്പോ എത്തിയുള്ളൂ ഏട്ടാ. സച്ചി എവിടെ? ഇവിടെ ഉണ്ട്. ഡ്രസ് മാറുവോ? അനുപേട്ട, അത് ഒരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യപ്പെടരുത്. നീ കാര്യം പറ. ആ നെക്ലസും വളയും എനിക്ക് തിരിച്ചു തരണ്ടായിരുന്നു. മീരടുത്തേക്ക് അത് വിഷമായി കാണും. എന്ത് വിഷമം? അവളുടേതല്ലാത്തത് ആഗ്രഹിക്കുന്നത് ശരിയാണോ? നീ ഇപ്പൊ ഇത് പറയാനാണോ വിളിച്ചത്? അനുപേട്ട, അത് മീരടുത്തയുടെ സ്വർണമൊക്കെ
സ്വർണം തിന്നിട്ടല്ലോ അവള് ജീവിക്കുന്നത്. ജീവിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല പണയം വെച്ചതൊക്കെ ഞാൻ എടുത്തു കൊടുക്കുകയും ചെയ്യും. പക്ഷേ അതിനൊരു സാവകാശം വേണമെന്ന് മാത്രം. അവൾ എൻ്റെ ഭാര്യയല്ലേ, അപ്പൊ എൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ അവൾക്ക് കഴിയണ്ടേ? ഇനിയിപ്പോ ഇക്കാര്യം പറഞ്ഞ് അനുപേട്ടൻ മീരടുത്തിയോട് വഴക്കിടരുത്. നിങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം തന്നെ മോളെ എനിക്കുള്ളത്. ജീവിതത്തില് സ്വർണത്തിനും പണത്തിനും എത്രയോ മുകളിലാ ബന്ധങ്ങള്. അനുപേട്ട, ഞാനൊന്ന് പിന്നെ വിളിക്കാം. ശരി. മീരട്ടത്തിക്ക് കൊടുത്ത ഗോൾഡ് തിരിച്ചു വാങ്ങിയല്ലേ? അത് വേണ്ടായിരുന്നു. ഉറക്കം വരുന്നില്ലേ സച്ചേട്ടന്? ഇല്ല. എന്തുപറ്റി? തലവേദനയോ മറ്റോ ഉണ്ടോ? ഏയ്, ഇങ്ങനെ നിലത്ത് കിടക്കുന്നുണ്ടാവും. സച്ചേട്ടൻ കട്ടിൽ കയറി കിടന്നു. വേണ്ട. എന്നെ കരുത്തി കിടക്കാതിരിക്കണ്ട. തറയിൽ കിടന്ന് എനിക്ക് ശീലമുള്ളതാ. ശീലമില്ലാത്തവർ കിടന്ന ശരീരവേദന ഉണ്ടാവും. സാരമില്ല. താനെന്താ ഉറങ്ങാത്തെ? എന്റെ ഉറക്കം പോയിട്ട് എത്ര നാളായിന്ന് സച്ചേട്ടൻ അറിയില്ലേ? ആദ്യ രാത്രിയിൽ നഷ്ടപ്പെട്ട ഉറക്കം പിന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ മാത്രം സന്തോഷത്തോടെ ഉറങ്ങി എണീറ്റ് നടക്കുകയാണെന്നാണോ താൻ കരുതിയിരിക്കുന്നത്? ഒരിക്കലുമില്ല. കല്യാണത്തിന് മുമ്പ് നമ്മൾ കണ്ടിരുന്നെങ്കിൽ ഈ ദുരവസ്ഥ ഒഴിവായനെ. അല്ലേ അർച്ചന? വിധിയെ മാറ്റാൻ ആർക്കും കഴിയില്ലല്ലോ സച്ചേട്ടാ. എന്നോട് എപ്പോഴെങ്കിലും തനിക്ക് ദേഷ്യം തോന്നിയിട്ടില്ലേ? ഇല്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട്. താൻ സഹിക്കുന്ന കണ്ടിട്ട്. സോറി. സോറി ഫോർ എവറിത്തിങ്. വെണ്ണിലാവും നിൻ പാട്ടും പൂഴിമണ്ണിൽ വീഴും നിൻ കാലടി പാടും ഒരു വിധിക്കും നമ്മളെ പിരിക്കാൻ കഴിയാതിരിക്കട്ടെ സച്ചേട്ടാ. വീണ്ടും ഓരോർമ്മയായി മാഞ്ഞു പോവതെങ്ങു നിൻ രൂപം. ഓരോർമ്മയായി മാഞ്ഞു പോവതെങ്ങു നിൻ രൂപം. സച്ചേട്ടാ, കോഫി. ആ മേശപ്പുറത്ത് വെച്ചേക്ക്. അല്ല, തണുത്തു പോവും. അത് സാരമില്ല.
ഏയ് വേണ്ട വേണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. വേണ്ട സച്ചേട്ടാ. അവനവന്റെ ജോലി അവനവൻ തന്നെ ചെയ്യുന്നതല്ലേ നല്ലത്. അതൊന്നും സാരമില്ല. കോഫി തണുത്തു പോകുന്നതിന് മുമ്പേ സച്ചേട്ടൻ അതെടുത്ത് കുടിക്കുക. അറ്റ്ലീസ്റ്റ് എന്റെ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ എന്നെ താനൊന്ന് അനുവദിച്ചൂടെ? കുഴപ്പമില്ലെന്നേ. അച്ഛന് മരുന്ന് കൊടുത്തായിരുന്നോ? കൊടുത്തെടുത്തി. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ. ഇതുവരെ ആരും കഴിക്കാൻ വന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെ വന്ന് കഴിച്ചോളും. ഓരോരുത്തർക്കും ഇവിടെ ഓരോ നേരമാ. കുട്ടികളെ തീറ്റുന്ന പോലെ പുറകെ നടക്കണം. അച്ഛന് കഴിക്കാനുള്ള നേരമായി വരുന്നേ ഉള്ളൂ. ഗുളിക കഴിച്ചതേ ഉള്ളൂ. ആ, അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഞാനും കഴിച്ചോളാം. അനഘയ്ക്ക് ചായ കൊടുത്തോ? ഇല്ല. ആ, അവക്കാണെങ്കിൽ പല നേരം പല മൂടാ. ചിലപ്പോ ഇവിടെ ഒന്ന് കുടിക്കും, അല്ലെങ്കിൽ അവിടെ കൊണ്ടു കൊടുക്കണം. എന്നാലും 100 കുറ്റം പറയും. എന്തായാലും അർച്ചനൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അത് കാര്യമാക്കണ്ടേ എടുത്തി, ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ ആ അമ്പിളിയോട് മുറികളൊക്കെ ഒന്ന് വെടിപ്പാക്കിയിടാൻ പറയണം. അലമാരയും ജനലൊക്കെ പൊടി പിടിച്ച് കിടക്കുക. നീ ഒന്ന് കൂടെ നിന്ന് ചെയ്യിക്കണം. മടിച്ചിയാ. ഞാൻ ചെയ്തോളാം. അർച്ചനെ കൊണ്ട് ഈ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്ന എന്തിനാ? എന്റെ ഭാര്യയായോ ഈ വീട്ടിലെ മരുമകളായോ ഞാൻ അംഗീകരിക്കാത്തിടത്തോളം കാലം മറ്റുള്ളവരുടെ ജോലിയോട് കൂടി ഇവളെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ രാവിലെ അച്ഛന് മരുന്ന് തരാൻ വരുമ്പോ പറഞ്ഞില്ലല്ലോ കാലിന് വേദന. അന്നേരം ചെറിയ വേദന ഉണ്ടായിരുന്നുള്ളൂ, മാറുമെന്ന് കരുതിയ മോളെ. എന്താണെങ്കിലും അച്ഛൻ പറയണം. ചെറുതായാലും വലുതായാലും. ചെറുതിന്നാണല്ലോ അത് വലുതായി മാറുന്നത്. ആ കാലും കാണിച്ചേ. വേണ്ട മോളെ, ഞാൻ ഹോസ്പിറ്റലിൽ പൊയ്ക്കോളാം. ദാ ഈ കുഴമ്പിട്ട് നല്ലപോലെ ഒന്ന് തടവി ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് ഒപ്പിയെടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. നീ ഇത് ചെയ്യണ്ട മോളെ. അതെന്താ? അല്ല മോളെ, നിനക്കിതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഞാനും ഒരു അച്ഛന്റെ മകളാ. ഞാൻ ഈ അച്ഛനെ വേർതിരിച്ച് കണ്ടിട്ടുമില്ല. മോളെ, അത് ഞാൻ മരുമകളായതുകൊണ്ടാണോ അച്ഛൻ വേണ്ടെന്ന് പറയുന്നത്? മകളായിരുന്നെങ്കിൽ പറയുമായിരുന്നു. നീ എന്റെ മകള് തന്നെ. എന്നാ പിന്നെ കാലൊന്ന് നീട്ടിയേ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. സച്ചിയുടെ അമ്മയും ഇതേ പ്രകൃതമായിരുന്നു. എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതി, പിന്നെ കുഴമ്പായി, തൈലമായി, ഇതുപോലെ പുളിയിലയിട്ട് തിളപ്പിച്ച വെള്ളമായി. അത് മാറുന്നവരെ പുറകെ നടക്കും. അതൊക്കെ ഓർത്ത നെഞ്ചു പൊടിയും മോളെ. അവളുള്ള കാലം വരെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടേയില്ല. ഞങ്ങളൊക്കെ അച്ഛന്റെ ചുറ്റും തന്നെയില്ലേ, ഒന്നിനും ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. ശുശ്രൂഷയും പരിചരണവും അടുക്കള ജോലിയും എല്ലാം കൂടി അർച്ചനയുടെ ചുമല്ല. അത് അനുവദിച്ചുകൂടാ. എത്രയും വേഗം അവസാനിപ്പിക്കണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ ആശ്രയിക്കുന്ന എന്തിനാ? കമ്പനിയിൽ ഓരോരുത്തരെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. കമ്പനി മെയിന്റനൻസ് ചുമതല സന്ദീപിനാണ്. മേലിൽ ഫാൻ കറങ്ങുന്നില്ല, ഫോൺ കേടാണ്, ലൈറ്റ് കത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചാ പിന്നെ ആ കസേരയില് നിങ്ങൾ കാണില്ല. ഓർത്തോ?
കമ്പനിയില് സന്ദീപിന്റെ ഡ്യൂട്ടി എന്താന്ന് വല്ല ധാരണയുണ്ടോ? അല്ല, അറിയാത്തോണ്ട് ചോദിച്ചതാ. പറ. അത് ഏട്ടത്തി കമ്പനിയുടെ മൊത്തം മെയിൻ്റെനൻസ് എന്നുവെച്ചാ അത് പിന്നെ ഓഫീസ് ലോക്കൽ പർച്ചേസ്, വെഹിക്കിൾ ഡീലിംഗ്, ലേബർ സപ്ലൈ, എസ്റ്റേറ്റ്, അങ്ങനെ പലതും. സച്ചേട്ടനും ഏട്ടത്തി ചെയ്ത കാര്യങ്ങളൊക്കെ ഞാനല്ലേ ചെയ്യേണ്ടത്. ആഹാ, അപ്പൊ അതറിയാം, എന്നാലും ചെയ്യില്ല. ഇന്ന് കമ്പനിയിൽ പവർ ഫെയിലിയർ ആയിരുന്നു. നീ വല്ലതും അറിഞ്ഞോ? ആരോടെങ്കിലും ചോദിച്ചോ? ഞാനൊന്നും അറിഞ്ഞില്ല, ആരും വിളിച്ചുമില്ല. അതിന് നിന്നെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കണം. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എനിക്ക് ഇങ്ങനെ കിടന്ന് ഓടാൻ വയ്യ. അച്ഛനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് നടത്തണമെന്ന് വിചാരിച്ചിട്ട് നാളൊത്തിരിയായി, ഇതുവരെ പറ്റിയിട്ടില്ല. രാവിലെ പോയ രാത്രി വരുന്നതാ കണക്ക്. അതുമാത്രോ? ഇവിടുത്തെ സകലരുടെയും കാര്യം ഞാൻ തന്നെ നോക്കണ്ടേ? ആർക്കും ഒന്നിനും സമയവുമില്ല. എന്തെങ്കിലും പറയുന്ന സമയത്ത് ഇങ്ങനെ തലയും താഴ്ത്തി നിന്നാ മതിയോ? ഇത്രയും പ്രായമായിട്ട് നിനക്കൊന്നും ഉത്തരവാദിത്തം വരാത്ത എന്താ? ആജീവനാന്തകാലം ഞാനിങ്ങനെ ഉണ്ടാവുന്ന കരുതിയാണോ? ഒന്നുകിൽ ഓഫീസ് കാര്യങ്ങളിൽ ശ്രദ്ധ വേണം, അതല്ലെങ്കിൽ വീട്ടുകാര്യങ്ങളില്. ഇതില് രണ്ടിലും ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ഏട്ടത്തി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, പിന്നെ ഞങ്ങൾ എന്ത് ശ്രദ്ധിക്കാനാ? അല്ലെങ്കിൽ ഏട്ടത്തി പറയണം ഇന്നത് ചെയ്യുന്നൊക്കെ. അത് ശരി, എല്ലാം പറഞ്ഞെങ്കിലേ അറിയൂ. ഒരുത്തനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷം പിടികിട്ടുന്നതേയില്ല. അവൻ ഏതോ ലോകത്താ. ഇക്കണക്കിന് പോയാ എല്ലാത്തിനും ഞാനൊരു പാഠം പഠിപ്പിക്കും. വീട്ടിലെ കാര്യങ്ങൾ ഇനി കുറെ അർച്ചനേട്ടത്തി നോക്കുമല്ലോ. അപ്പൊ ഏട്ടത്തിക്ക് ഒരു ആശ്വാസമാവുമല്ലോ. അപ്പൊ നീ നന്നാവില്ല. പകരം ഇന്നലെ കയറി വന്ന അർച്ചനെ കൊണ്ട് നിനക്ക് ജോലി ചെയ്യിപ്പിക്കണം അല്ലേ? അത് വേണ്ട. അവൾ ഇവിടുത്തെ ചിട്ടകളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുമല്ല, അവള് ജോലി ചെയ്യാൻ വേണ്ടി വന്നതല്ലോ. ഈ വീട്ടിലെ മരുമോളല്ലേ? ഞാൻ അർച്ചനേട്ടത്തെ കൊണ്ട് ജോലിക്കാൻ പറഞ്ഞതല്ല ഏട്ടത്തി. ആദ്യം അവനവൻ നന്നാവ്, എന്നിട്ട് അടുത്തവനെ നന്നാക്ക്. ഇവിടുത്തെ സകല ജോലികളും ഈ അവന്തിക അവളെ കൊണ്ട് തന്നെ എടുപ്പിക്കും. അല്ലാതെ കെട്ടിലമ്മയായിട്ട് വാഴിക്കാനല്ല കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ ഇരുന്നാ പോരായിരുന്നു അച്ഛാ? എത്ര നേരം ആ മുറി ചടഞ്ഞുകൂടിയിരിക്കുന്നേ. ഇടയ്ക്കിടയ്ക്ക് നടക്കണമെന്ന് മോള് തന്നെയല്ലേ പറയാറ്? തന്നെയല്ല, കുഴമ്പിട്ട് തിരുമ്മി ചൂട് പിടിച്ചപ്പോ നല്ല ആശ്വാസമുണ്ട്. പക്ഷേ അച്ഛന് വേദന ഇനിയും മാറിയില്ലെന്ന് തോന്നുന്നു. ശരീരത്തിന്റെ വേദനയേക്കാൾ എന്നെ അലട്ടുന്നത് മനസ്സിന്റെ വേദനയാ. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളാണോ? അതേ മോളെ, ചില നിസ്സാര അസുഖങ്ങളോ വേദനയോ വന്നാൽ അപ്പ ടെൻഷനാവും. അവിടെയാ മോളെ നമുക്ക് കൈത്താങ്ങാകാൻ ഒരാളില്ലല്ലോ എന്ന തോന്നൽ വരുന്നത്. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ആന്റണി. അവൻ പറയും ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യ നഷ്ടപ്പെടരുതെന്ന്. അങ്ങനെ വന്നാൽ അവൻ പാപിയാണെന്ന്. അച്ഛനത് എന്തൊക്കെയാ പറയുന്നേ? ഇതൊന്നും നമ്മൾ തീരുമാനിക്കുന്നല്ലോ. അവള് മാലതി ഭയങ്കര പാവമായിരുന്നു മോളെ. എന്റെ മനസ്സൊന്നിടറിയാൽ അവളറിയും. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അവളൊരാശ്വാസമായിരുന്നു. ഇന്ന് അവളുണ്ടായിരുന്നെങ്കിൽ നിന്നെ പൊന്നുപോലെ കൊണ്ടുനടന്നേനെ. അതിനുള്ള ഭാഗ്യം എനിക്കില്ലാതായി പോയല്ലോ അച്ഛാ. ആ സച്ചി, ഞാൻ നിന്റെ അമ്മയെക്കുറിച്ച് അർച്ചനയോട് പറയുമായിരുന്നു. മാലതി എങ്ങനെയായിരുന്നോ അതേ സ്വഭാവ അർച്ചനയ്ക്കും. അർച്ചന ഈ വീട്ടിലെ മകളായി എത്തിയതിൽ പിന്നെ ഈ വീട് ഉണർന്നു. എന്റെ മാത്രമല്ല, എല്ലാവരുടെയും കാര്യങ്ങളിലും അർച്ചനയുടെ പ്രത്യേക ശ്രദ്ധയുണ്ട്. ഇങ്ങനൊരു പെങ്കൊച്ചിനെ നിന്റെ ഭാര്യയായി കിട്ടിയതിൽ നിനക്ക് അഭിമാനിക്കാൻ പോണേ. അതിനിവൾ എന്റെ ഭാര്യയല്ലല്ലോ.